ഗുഡ് മോർണിംഗ്. ആ സാർ വന്നോ? എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചി പറഞ്ഞ ഒറ്റ ക്വസ്റ്റ്യൻ വന്നില്ല. പൊട്ടുന്ന ലക്ഷണ. ഓ എങ്ങനെ പൊട്ടാതിരിക്കും? ഫുൾ ടൈം രണ്ടുപേരും നെറ്റ്ഫ്ലിക്സ് കാണാനല്ലോ പരിപാടി. നിന്റെ അച്ഛനോട് ഞാൻ പറയുന്നുണ്ട്. അയ്യോ ചേച്ചി, എക്സാം എല്ലാവർക്കും പാടായിരുന്നു. അച്ഛനോട് പറയല്ലേ, അവിടെയോ കാണിക്കില്ല. ചെല്ല് ചെല്ല്, ഇതുവരെ എണീറ്റിട്ടില്ല. എന്തുവാടി കയ്യില്? അച്ഛൻ 2 വാങ്ങിച്ചു. ഒന്ന് ഇവിടെ തരാൻ പറഞ്ഞു. വീടിന്റെ ഫ്രണ്ടിൽ കേട്ടാനേ കിലി കിലി കിലി. സർ, ഒരു ഫാമിലിയിലെ 3 പേരാണ്. ഒന്ന് മിസ്റ്റർ സുഗു, അയാളുടെ ഭാര്യ ശ്രീബ, പിന്നെ അവരുടെ 9 വയസ്സായ ഒരു കുഞ്ഞ്. വേണ്ട, ഇറ്റ്സ് ഓക്കെ. കുറച്ച് ദിവസത്തെ പഴക്കമുണ്ട്. ഫോറൻസിക്കിന്റെ കൂടെ ആരാ വന്നത്? സച്ചിൻ അയ്യർ. സർ, എന്തായി? ആരെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല മാഡം. ഞാൻ റിപ്പോർട്ടറാണ്. ആരാലും പോകാൻ പറ്റില്ല, സോറി. Hello, sir. Any clues? We got some blood marks and footprints. And what is quite unusual is that the crime scene has already been cleaned up. Unusual வந்து எவிடன்ஸ் டிஸ்ட்ராய் பண்ணுறது மாதிரி அந்த மாதிரி எதுவும் க்ளீன் பண்ணல. நம்ம நார்மலாக வீடு க்ளீன் பண்ணுற மாதிரி க்ளீன் பண்ணியிருக்காங்க. It is a pretty unusual case I've seen. Excuse me, sir. 1 minute. Just 1 second. Yeah. Sir, it's look like murder weapon. Blood stains clean ചെയ്തിട്ടുണ്ട്, but we could trace it, sir. മോർണിംഗ്. അവിടുത്തെ സിറ്റുവേഷൻ? ഇൻക്വസ്റ്റ് നടക്കുന്നു. ഒരു ഫാമിലിയിലെ 3 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. വെള്ളനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതുപോലൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോപ്സി കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല സാർ. ഓക്കെ, ആ കേസിന്റെ പ്രോസസ് എന്തായാലും ഫോളോ ചെയ്യണം. പിന്നെ ന്യൂസ് പുറത്തു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലക്ഷൻ കഴിയുന്നവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധ വീഴ്ച ഉണ്ടാകരുന്ന പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഇവിടെ സുഗു സാറും വൈഫും മോളും മാത്രമാണ് താമസിച്ചോണ്ടിരുന്നത്. എത്ര വർഷമായി നിങ്ങൾ ഇവിടെ? ഒരു 5-6 വർഷമായി കാണും. We got this another evidence also. We'll be sending it for DNA testing. Okay? യുവമാരുടെ യൂഷ്വൽ പരിപാടി വെച്ച് റിപ്പോർട്ട് ലേറ്റ് ആവും. നമുക്ക് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കിട്ടണം. താനിവരുടെ കൂടെ നിൽക്കുക. സർ, ഇവർക്ക് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ? ഇല്ല, നല്ല ആൾക്കാരാ, പാവങ്ങളാ. അൻവർ സർ, ബോഡി ആരാ ആദ്യം കണ്ടത്? ഇവിടുത്തെ കെയർടേക്കറാണ്, ഒരു പളനി. മൊഴിയെടുക്കുന്നു സർ. എന്നെ ഇന്ന് കാലത്ത് ഇവിടുത്തെ കാര്യത്തെ പറഞ്ഞു വിളിച്ചു വന്നപ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത്. അപ്പൊ തന്നെ ഞാൻ വന്ന് നോക്കിയിരുന്നു. നമസ്കാരം സാർ, ഇയാളാണ് ഇൻഫോം ചെയ്തത്. പറയണോ സാർ. കഴിഞ്ഞ ആഴ്ച സുഗു സാർ എന്നെ വിളിച്ചിരുന്നു. 2 ദിവസത്തിനുള്ളിൽ വരുമെന്നും വീട് ക്ലീൻ ചെയ്തിടണമെന്നും പറഞ്ഞായിരുന്നു. ഞാൻ അപ്പം തന്നെ ജോലിക്കാരെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിച്ചു. സുഗു സാർ പിന്നെ വിളിച്ചതേ ഇല്ല. അതാ ഇതുവഴി പോയപ്പം കയറിയത്. ഇതാണ് ഉണ്ടായത് സാർ. മൊഴിയെടുത്ത് കഴിഞ്ഞല്ലോ. ഇയാളുടെ ഐഡി വന്നു. മണിക്ക് വാ. മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സുഗു, ശ്രീബ ആൻഡ് അവരുടെ 9 വയസ്സായ മകൾ. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ അതൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. വരും ദിവസങ്ങളിൽ വിശദമായി അന്വേഷിച്ചിട്ട് പറയാം. സർ, ഈ മർഡർ കേസിനും ഇതിനു മുമ്പ് നടന്ന ജോൺ ലൂക്ക് ഫാമിലി മർഡർ കേസിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞങ്ങൾ അന്വേഷിക്കട്ടെ. ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഈ 2 കൊലപാതകങ്ങളുമായി യാതൊരുവിധ ബന്ധമില്ലെന്നാണോ സാർ പറയുന്നത്? സി, പോലീസ് എപ്പോഴും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാറുള്ളൂ. മീഡിയ പോലെ നിഗമനങ്ങളിൽ വിശദീകരിക്കാറില്ല. ബട്ട് സർ, വി ആർ ഓൾസോ ഇൻവെസ്റ്റിഗേറ്റിംഗ്. ഞങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ മാഡം. അന്വേഷിക്കട്ടെ, അറിയിക്കാം. എപ്പോഴാണ് സർ? ഇനി ഒരു ക്രൈം കൂടി നടന്നു കഴിയുമ്പോഴോ? We need an answer. പോലീസിന്റെ വീഴ്ചയുണ്ടെന്ന് റിപ്പോർട്ട്. താങ്ക് യു ഓൾ. ഒരുപാട് സമയം എടുക്കുമോ? ഇല്ലടാ, ഇപ്പൊ വരും. നീ എന്താടാ ബാങ്ക് വല്ലതും കൊള്ളടിക്കാൻ പോവാണോ? അതിനിത്രയും പാടില്ല. ലേഡി സ്മോക്കിംഗ് നാട്ടാരെതിരാ. തമിഴ്നാട് കേരള ബോർഡറിൽ ഇത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മൾ ചെയ്ത കേസ് സ്റ്റഡി വെച്ച് അത് ഉറപ്പിക്കാൻ കഴിയില്ല. മോറോവർ അതിൽ പലരും നോർത്ത് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ക്രിമിനൽസ് ആണ്. ഇത്തരം ഒരു പാറ്റേൺ ഇറ്റ്സ് സ്ട്രേഞ്ച്. കയറുന്ന വീട്ടിൽ എല്ലാവരെയും ബ്രൂട്ടലായി മർഡർ ചെയ്യുക,
എന്നിട്ട് അതേ വീട്ടിൽ ദിവസങ്ങളോളം സ്റ്റേ ചെയ്യാം. നോർമൽ ആയിരിക്കില്ല, ഉം? ഡ്രഗ്സ് ആയിരിക്കും, ഡ്രഗ്സ്. എന്തോ നോക്കണേ? സിഗരറ്റ് ആണ്. ദാ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട് നോക്കണ കണ്ട? നോക്കൂ സാറേ, കംപ്ലീറ്റ് വലിയ. അവന്മാരും വലിക്കുക, പക്ഷെ നമ്മൾ വലിക്കണാണ് പ്രശ്നം. നമസ്കാരം സാർ. നമസ്കാരം ചേട്ടാ. ഇത് ഏയ് വേണ്ട വേണ്ട വേണ്ട. ശരി. ഗുഡ് മോർണിംഗ്. മേഡം വന്നിട്ട് കുറച്ച് തരാം. ഏയ് ഇല്ലില്ല. ഇത് ഇന്നലെ വന്നൊരു കേസാ. ഒരു ബംഗാളി വിഷം അടിച്ചതാ. ഇതിവിടെ സ്ഥിരമാണ്. പഴയ പോലെ ഒന്നും നടക്കില്ല മേഡം. അതുകൊണ്ടാണ് ഞാൻ മേഡത്തിനോട് നേരിട്ട് വരാൻ പറഞ്ഞത്. ഏയ് അത് കുഴപ്പമില്ല. കേസ് നോക്കിയത് അശ്വൻ സാറാണ്. കൊലപാതകം നടന്നിട്ട് 7 ദിവസമായി. 3 പേരുടെ തലയിലും വളരെ ആഴത്തിൽ ചുറ്റിക പോലുള്ള ആയുധം വെച്ച് അടിച്ച പാടുണ്ട്. മേഡം അന്ന് വന്ന് ആ ഡീറ്റെയിൽസ് ചോദിച്ച കേസില്ലേ, അതുപോലെ സെയിം ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. 1-2 ഫോട്ടോസ് ഉണ്ട്, ഞാൻ മേഡത്തിന് അയച്ചു തരാം. ശരി, താങ്ക്സ് അണ്ണ. ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഓക്കെ, വൈഫിൻ്റെ നമ്പർ തന്നെ അയച്ചാൽ മതി. ആ ശരി. ഓക്കെ മേഡം. ബൈ. ഓക്കെ. 25 നവംബർ 2021 രാത്രി കൊല്ലപ്പെട്ടത് ജോൺ ലൂക്ക്, മേരി, അവരുടെ മകൾ സ്റ്റെഫി. ഡിസംബർ 2, 2021 രാത്രി കൊല്ലപ്പെട്ടത് സുഗു, ശ്രീബ, പിന്നെ അവരുടെ 9 വയസ്സായ മകൾ. ജോൺ ലൂക്ക് മർഡർ പോലെ തന്നെ ഇവിടെയും കില്ലറിന്റെ മോഡ് ഓഫ് ഓപ്പറാൻഡി സെയിം ആണ്. ഒരിക്കലും കണ്ടെത്തുകയില്ല എന്ന ഉറപ്പിൽ ഇരുട്ടിന്റെ കോണിൽ എവിടെയോ മറഞ്ഞിരുന്ന് ക്രൈം ചെയ്യുന്ന ഒരു ബ്രൂട്ടൽ സൈക്കോപാത്ത്. അയാൾ എപ്പോഴെങ്കിലും എൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നൊരു ദിവസം വരും. അന്ന് ഞാനും എല്ലാ സാധാരണ മനുഷ്യരെയും പോലെ അവനെ കണ്ട് തിരിച്ചറിയാതെ കടന്നു പോവുമായിരിക്കും. ഹലോ, ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. GMR സ്റ്റോറി വായിച്ചെന്നോ, ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നോ, നെക്സ്റ്റ് വീക്ക് ഓൺവേഴ്സ് ആർട്ടിക്കിൾ പബ്ലിഷ് ആണെന്നോ എന്നൊക്കെ കേട്ടു. സത്യം പറ, ഓക്കെ ആയോ? യെസ് ഓഫ് കോഴ്സ്. ഒഫീഷ്യൽ റിപ്പോർട്ട് ഇപ്പോൾ വരും. യെസ്, കൺഗ്രാറ്റ്സ്. എന്നാ പറ, ചെലവെപ്പ ചെയ്യും? ഡെസമോള് ഫിക്സ് ചെയ്തോ? ഡൺ ഡീൽ. അപ്പൊ നാളെ ഫിക്സ്. നെറ്റ്ഫ്ലിക്സ് കുഞ്ഞവിടെ വാച്ചിങ് സീരീസ്. വാട്ട് എൽസ്? അടുത്ത വീട്ടിലെ കുട്ടിയില്ലേ ആമി, അവളെ അമ്മച്ചിയെ വഷളാക്കുന്നത്. ഞാൻ അന്വേഷിച്ചെന്ന് പറയട്ടോ. പറയാം, നാളെ കാണാം. ബൈ. ശരി, ബൈ. ഗ്രേസ് മോൾ, നെറ്റ്ഫ്ലിക്സ് യുവതി തിരക്കിലാണോ? ആ, ഇപ്പൊ കുറച്ച് തിരക്കില്ല. ഓ, ജെനി മോളെ, ചേച്ചി ഒരു 10 മിനിറ്റ്, ലാസ്റ്റ് എപ്പിസോഡ് ഇപ്പൊ തീരും. എന്റെ പൊന്നോ, ഒരു 5 മിനിറ്റ്. അതെ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇപ്പൊ ചെയ്ത ആർട്ടിക്കിൾ ഓഫീസിൽ അഗ്രി ചെയ്ത് കാണും, അത്രയല്ലേ ഉള്ളൂ. പ്ലീസ് ചേച്ചി പ്ലീസ്. ഇതാ വെച്ചോ. ജെനി മോളെ, പിണങ്ങല്ലേ മോളെ? എന്താ മോളെ? അറിയാമെങ്കിലും ഒന്നുകൂടെ കേട്ടല്ലോ, എന്താ കുഴപ്പം? മോള് പറ, അച്ഛമ്മ കേക്കാം. സർപ്രൈസ് ഒക്കെ അങ്ങ് പോയി. സർപ്രൈസ് പോയോ? ബ്രില്യൻ ഗേൾ, വേൾഡൻ അല്ലേ? വെൽക്കം. വേണ്ട, സോപ്പൊന്നും വേണ്ട. പിന്നെ എന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തോണ്ട് ഇറ്റ്സ് ഓക്കെ. ആ, നാളെ ഷുഗർ ഇല്ലാത്ത എന്തെങ്കിലും മേടിച്ചേരാ കേട്ടോ. വേണ്ടേട്ടോ. പോയി കണ്ടോ. നീ 10 മണി പരീക്ഷയാണ്, പോയിക്കോണം. ഇല്ല ചേച്ചി, 10 മിനിറ്റ് കഴിഞ്ഞു. മോളെ, കാണാം.